ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കൾക്കെല്ലാം സുഖമാണല്ലോ അല്ലേ? നമ്മൾ ഒരു പാഠത്തിൻ്റെ പകുതി ഇങ്ങനെ പഠിച്ചു വച്ചിരിക്കുകയാണ് അല്ലേ? കുറച്ച് കഥകളൊക്കെ നമ്മൾ കേട്ടു. ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതിനെ പറ്റിയും, ഈശോ മാമോദീസ സ്വീകരിച്ചതിനെ പറ്റിയും, ഈശോ മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ചും, നമ്മൾ പരീക്ഷിക്കപ്പെട്ടാലും ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടും എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു ഇല്ലേ? ഇനി പിശാചിനാലൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ട് ഈശോ പിന്നീട് എന്താ ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് കേൾക്കണ്ടേ? ഇന്നത്തെ പാഠം പഠിക്കുന്നതിന് മുൻപ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് കൈകൾ കൂപ്പി കണ്ണുകളൊന്ന് അടച്ചു പിടിച്ചേ. ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞു ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ, സാത്താനെ പരാജയപ്പെടുത്താൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയ്ക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. എല്ലാവരും കണ്ണു തുറന്നു അവിടെ ഇരുന്നോളൂ കേട്ടോ. ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് അറിയാവോ? ഈശോ ആത്മാവിനാൽ നിറഞ്ഞ് മരുഭൂമിയിൽ 40 രാവും 40 പകലും പ്രാർത്ഥിച്ച് ശക്തി നേടി പിശാചിനെയൊക്കെ തോപ്പിച്ച് ഈശോ എവിടേക്ക് പോയെന്നറിയാവോ? ഈശോ പോയത് താൻ വളർന്ന സ്ഥലമായ നസ്രത്തിലാണ് ഈശോ എത്തിച്ചേർന്നത്. ഈശോ ജനിച്ചത് എവിടെയാ? ബെത്ലഹേമിലാണ്. ഈശോ വളർന്നതോ നസ്രത്തിലാണ്. അപ്പോൾ ഈ നസ്രത്തിലേക്ക് ഈശോ തിരിച്ചുപോയി. പിന്നെ നമ്മളൊരു കാര്യം കൂടെ പഠിച്ചായിരുന്നു കഴിഞ്ഞ പാഠത്തിൽ. യഹൂദരുടെ നിയമങ്ങളൊക്കെ പാലിച്ചിരുന്ന ആളാണ് ഈശോ. സാബത്തിൽ സിനഗോഗുകളിൽ പ്രാർത്ഥനയ്ക്കും പഠനത്തിനും ഒക്കെ ആയിട്ട് ഈശോ പോകുമായിരുന്നു എന്ന് ഇല്ലേ? അങ്ങനെ ഒരു ദിവസം ഈശോ സിനഗോഗിൽ പ്രാർത്ഥിക്കാനായി ചെന്നു. നമ്മൾ കുർബാനയ്ക്കിടയ്ക്കൊക്കെ ബൈബിൾ വായിക്കുന്നത് പോലെ, എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഈശോ എന്ത് ചെയ്തെന്നറിയാമോ? ഈശോ സിനഗോഗിൽ എല്ലാവരുടെയും മുമ്പിലേക്ക് ചെന്ന് നിന്നിട്ട് ബൈബിൾ എടുത്ത് വായിച്ചു. വിശുദ്ധ ഗ്രന്ഥം വായിച്ചു. നമുക്കറിയാം, ഏശയ്യാ പ്രവാചകൻ എന്നൊരു പ്രവാചകൻ്റെ പുസ്തകമൊക്കെ നമ്മൾക്ക് ബൈബിളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ? ഏശയ്യാ പ്രവാചകൻ ഈശോയ്ക്കും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളാണ്. ഈ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താ? കാര്യങ്ങളെ മുൻകൂട്ടി പറയുന്ന ആൾക്കാരാണ് പ്രവാചകൻ. ഈ പ്രവാചകന്മാർക്ക് ദൈവത്തിൻ്റെ പ്രത്യേക അരുളപ്പാടുണ്ടാവും. അപ്പം ഈശോയെക്കുറിച്ചുള്ള പ്രത്യേക അരുളപ്പാടുണ്ടായ ആളാണ് ഏശയ്യാ പ്രവാചകൻ. അപ്പോൾ ഏശയ്യാ പ്രവാചകൻ ഈശോയ്ക്കും ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഈശോയെക്കുറിച്ച് എഴുതി വെച്ചിരുന്ന ഒരു ഭാഗമാണ് ഈശോ എടുത്ത് വായിച്ചത്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അതെന്താണെന്നറിയാമോ? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. നമുക്കറിയാം, പാപത്തിൻ്റെ മോചനത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചതാരാ? ഈശോയാണ് അല്ലേ? ആദ്യത്തെ സുവിശേഷം അറിയിച്ചതാരാ? ഈശോയാണ്. അന്ധർക്കൊക്കെ കാഴ്ച കൊടുത്തതാരാ? ഈശോയാണ്. ഇതിനൊക്കെ വേണ്ടി ഈശോയ്ക്ക് പരിശുദ്ധാത്മ അഭിഷേകം കിട്ടിയതിനെപ്പറ്റി ഈശോ വായിക്കുകയാണ് ചെയ്തത്. ഇതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആരെഴുതി വെച്ചിരുന്നു? ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറയുമെന്നും, ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഒരുപാട് ആൾക്കാർക്ക് നന്മ ചെയ്യുമെന്നും, അടിച്ചമർത്തപ്പെട്ടവർക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുമെന്നും, പാപം ചെയ്തവർക്കൊക്കെ പാപത്തിൽ നിന്ന് മോചനം കൊടുക്കുമെന്നും ഒക്കെ ആര് പ്രവചിച്ചിരുന്നു? ഏശയ്യാ പ്രവാചകനും കുറേ പ്രവാചകന്മാരൊക്കെ അതിനു മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഈശോ ഇതെടുത്ത് വായിച്ചിട്ട് വിശുദ്ധ ഗ്രന്ഥം അടച്ചിട്ട് ഈശോ പറഞ്ഞു, ഇന്ന് ഈ പ്രവചനം പൂർത്തിയായിരിക്കുന്നു. അന്ന് എഴുതി വെച്ചിരുന്ന കാര്യം പൂർത്തിയായതെന്നാണ്. ഇന്ന് ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പിശാചിനാലൊക്കെ പരീക്ഷിക്കപ്പെട്ട് അതിലൊക്കെ വിജയിച്ച് ഈശോ നന്മ ചെയ്യാനായിട്ട്
ഇറങ്ങിത്തിരിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഈ വചനം ഈശോ വായിക്കുന്നത്. ഈശോ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്, അതായത് നന്മ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഈശോയുടെ നാട്ടിൽ കൂടി നടന്ന കാര്യമൊക്കെ നമുക്കറിയാം അല്ലേ. അന്ധർക്ക് കാഴ്ച കൊടുത്തു, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, മരിച്ചവരെ ഉയർപ്പിച്ചു, ഒരുപാട് പേരെ ഈശോയിലേക്ക് ആകർഷിച്ചു, പാപം ചെയ്ത് നടന്നവർക്കൊക്കെ പാപമോചനം കൊടുത്തു. അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്തു അല്ലേ. ഈ നന്മകളൊക്കെ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ഈശോ എന്ത് ചെയ്തേ? 40 രാവും 40 പകലും തപസ് അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചു. അതിനു മുമ്പ് ഈശോ എന്ത് ചെയ്തു? മാമോദിസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ചു. അപ്പം നമ്മളും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പം എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചു തുടങ്ങണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വരാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും പ്രാർത്ഥിക്കണം. നമുക്ക് എല്ലാ ദിവസവും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ. അപ്പം നമ്മൾ നല്ല വ്യക്തികളായിട്ട് വളർന്നു വരണമെങ്കിൽ നമുക്ക് എപ്പോഴും ആരുടെ സഹായം വേണം? പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. നമ്മൾ ഓരോരുത്തരും, അതായത് ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും ആദി മാതാപിതാക്കളുടെ പാപം മൂലം പാപാവസ്ഥയിലാണ് ജനിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഉത്ഭവപാപം, ജന്മപാപം എന്നൊക്കെ അല്ലേ. ജന്മപാപം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ആദി മാതാപിതാക്കളുടെ പാപം മൂലം നമ്മളിലേക്ക് തലമുറകളായിട്ട് നമ്മളിലേക്ക് വന്നിരിക്കുന്ന പാപാവസ്ഥയാണ് ജന്മപാപം എന്ന് പറഞ്ഞാൽ. ഈ പാപാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നത് ആരാ? ഈശോയാണ് അല്ലേ. അപ്പം ഈ ഈശോ ഇതുപോലെയുള്ള ജന്മപാപത്തിൽ നിന്ന്, ഉത്ഭവപാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടി ഈശോ സ്ഥാപിച്ച കൂദാശയാണ് എന്ത്? മാമോദിസ. ഈശോ സ്ഥാപിച്ചതാണോ ഈ മാമോദിസ? അതെ അല്ലേ. അതിനുള്ള തെളിവെന്താ? ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങളിലാണ് നമ്മളിത് കാണുന്നത്. ഈശോ ശിഷ്യന്മാരോട് പറയാണ്, പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്ത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുക. അങ്ങനെ ഈശോ പറഞ്ഞു വിട്ടതുകൊണ്ടാണ് തോമാസ് ലീഹ ഈശോയുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ച് നമ്മുടെ ഇന്ത്യയിൽ വന്നതും നമ്മുടെ പൂർവികർക്ക് മാമോദിസ കൊടുത്തതും ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തതും ഒക്കെ. അന്ന് തോമാസ് ലീഹ അവിടെ നിന്ന് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈശോയെക്കുറിച്ച് അറിവ് കിട്ടുമായിരുന്നോ? ഇല്ല. ഈശോ എന്ത് ദൗത്യം കൊടുത്താ വിട്ടേ? മാമോദിസ നൽകാൻ ദൗത്യം കൊടുത്താ വിട്ടത് അല്ലേ. ഈശോ അയച്ചതുകൊണ്ട് തോമാസ് ലീഹ അവിടെ നിന്ന് ഇവിടെ വന്ന് നമ്മുടെ പൂർവികർക്കൊക്കെ മാമോദിസ നൽകി ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു. ഈ മാമോദിസ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് എന്താ കിട്ടുന്നേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ദൈവിക ജീവൻ നമുക്ക് കിട്ടുന്നു. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പം മാമോദിസ സ്വീകരിച്ചാൽ നമുക്ക് എന്തിനർഹതയുണ്ട്? സ്വർഗരാജ്യത്തിന് അർഹതയുണ്ട്. അപ്പോൾ സ്വർഗത്തിന് അവകാശികളായിട്ട് തീരുന്നു. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്താതിരുന്നാൽ നമ്മൾ എവിടെ ചെല്ലും? ഈശോ സ്വർഗത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളും. പിന്നെ നമുക്ക് എന്താ പ്രയോജനം? നമ്മൾ ദൈവമക്കളായി തീരുന്നു, ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരുന്നു. നമ്മൾ എങ്ങനെയാണ് മാമോദിസ സ്വീകരിക്കുന്നത്? മാമോദിസ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുഞ്ഞു വാവകൾക്ക് മാമോദിസ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന വചനം എന്താണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് ഓരോരുത്തർക്കും മാമോദിസ കൊടുക്കുന്നത്. ഈശോയും പറഞ്ഞിരിക്കുന്ന അതേ കാര്യമാണ്. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. അപ്പോൾ നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് വഴിയായിട്ട് നമ്മൾ എന്ത് സ്വീകരിക്കുന്നു? നമ്മൾ ദൈവമക്കളായി തീരുകയാണ്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും മാമോദിസയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ദൈവിക ജീവൻ കിട്ടുന്നു, പിന്നെയോ ദൈവമക്കളായി തീരുന്നു, സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുന്നു, പിന്നെയോ തിരുസഭയിലെ അംഗങ്ങളും ആയിട്ട് തീരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നുണ്ടല്ലേ മാമോദിസയിലൂടെ.
നമ്മൾ മാമോദീസായുടെ അതേ സമയത്ത് തന്നെ സ്വീകരിക്കുന്ന വേറൊരു കൂദാശയും കൂടിയുണ്ടല്ലോ. ഏതാ? തൈലാഭിഷേകം എന്ന കൂദാശ നമ്മൾ മാമോദീസായുടെ കൂടെ സ്വീകരിക്കുന്നതാണ് അല്ലേ. അപ്പം മാമോദീസായുടെ കൂടെ തൈലാഭിഷേകം സ്വീകരിക്കുമ്പോൾ ഈ തൈലാഭിഷേകത്തിലൂടെ മാമോദീസായിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിനെ തൈലാഭിഷേകം എന്ന കൂദാശയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടിയ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ മനഃപൂർവ്വം പാപം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ, ദൈവിക ജീവനെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാലത്തും നമ്മൾ മനഃപൂർവ്വം ഈശോയെ വേദനിപ്പിക്കരുത്. നമ്മൾ മനഃപൂർവ്വം ദൈവത്തിൻ്റെ മുമ്പിൽ പാപം ചെയ്യരുത്. അഥവാ നമ്മൾ മനുഷ്യരാണ്, ഒരുപാട് പ്രലോഭനങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈശോയോട് മാപ്പ് ചോദിച്ച് ഈശോയുടെ അടുക്കലേക്ക് തിരിച്ചു വരണം. ഈശോയുടെ മക്കളായിട്ട് നമ്മൾ പപ്പയ്ക്കും മമ്മിയൊക്കെ പറയുന്നത് അനുസരിക്കാതിരുന്നാൽ ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് വിഷമം തോന്നും അല്ലേ. കാരണം എന്നാ, അവരോട് സ്നേഹമുള്ളത് കൊണ്ടാണ് നമുക്ക് വിഷമം തോന്നുന്നതും നമ്മൾ തിരിച്ചു ചെല്ലുന്നതും നമ്മൾ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും ഒക്കെ. അതുപോലെ ദൈവത്തോട് ഏതെങ്കിലും കാരണവശാൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ എന്ത് ചെയ്യണം? നമ്മൾ ഈശോയുടെ അടുക്കിലേക്ക് ചെല്ലണം. ഈശോ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ ഈശോ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ ഈശോ പുറത്തോളും. പക്ഷേ ഒരു കാര്യം, ഈശോയുടെ അടുക്കിലേക്ക് നമ്മൾ ഓടി ചെല്ലണം. പിന്നെ നമ്മൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമാണ് നമുക്ക് വേണ്ടി വിശ്വാസം ഏറ്റുപറയുന്നത്. നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? കുറേ പേർക്കൊക്കെ അറിയാം, കുറേ പേർക്കൊന്നും അറിയത്തില്ലാത്തവർ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിക്കണം, എൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആരായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ ഈ പാഠത്തിൻ്റെ അവസാനം ഒരു കുറച്ച് കാര്യങ്ങൾ പൂരിപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മാമോദീസ തീയതി എന്നാണ്, നിങ്ങൾ മാമോദീസ സ്വീകരിച്ചത് ഏത് പള്ളിയിലാണ്, ഏത് വൈദികനാണ് നിങ്ങളെ മാമോദീസ നൽകിയത്, നിങ്ങളുടെ തലതൊട്ടപ്പൻ ആരാണ്, തലതൊട്ടമ്മ ആരാണ്, ഇതൊക്കെ നിങ്ങളൊന്ന് എഴുതി ടീച്ചറിന് അയച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് കാര്യങ്ങളിലൂടെ നമ്മൾ ഇന്ന് പഠിച്ച പാഠഭാഗങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കിയാലോ? അതായത് ഈശോ പ്രലോഭനങ്ങൾക്കും മാമോദീസായ്ക്കും ഒക്കെ ശേഷം ഈശോ എവിടേക്കാണ് പോയത്? നസറത്തിലേക്ക് വന്ന് സിനഗോഗിൽ കയറി ആരുടെ പുസ്തകമാണ് എടുത്ത് വായിച്ചേ? യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം എടുത്ത് വായിച്ചു. അതിനകത്ത് പറഞ്ഞിരുന്നത് എന്താണ്? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഈശോയുടെ ദൗത്യത്തെക്കുറിച്ച് യേശയ്യാ പ്രവാചകൻ എഴുതിയത് വായിച്ചത് നമ്മൾ കണ്ടു. അതിനുശേഷം കണ്ടു നമ്മൾ എല്ലാവരും ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം ഉത്ഭവപാപം നമ്മൾ എല്ലാവരിലും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചിപ്പിക്കാൻ വേണ്ടി ഈശോയാണ് മാമോദീസ എന്ന കൂദാശ സ്ഥാപിച്ചത്. നമ്മളൊക്കെ മാമോദീസായിലൂടെ ദൈവിക ജീവൻ നേടുന്നുണ്ട്. അപ്പോൾ ദൈവിക ജീവൻ കിട്ടിയ നമ്മൾ ഒരിക്കലും ദൈവിക ജീവനെ നഷ്ടപ്പെടുത്തരുത്. അതിനുവേണ്ടി എല്ലാ ദിവസവും നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കണം, വിശുദ്ധരോട് കൂട്ടുകൂടണം. എല്ലാ ദിവസവും നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. നല്ല ഈശോയെ, ഞങ്ങളിലേക്ക് അങ്ങ് വർഷിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മാമോദീസ വഴി ഞങ്ങളെ അങ്ങയുടെ മക്കളാക്കി തീർത്തതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരിക്കലും മാമോദീസായിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ദൈവിക ജീവൻ നഷ്ടപ്പെടുത്താതെ നല്ല കുഞ്ഞുങ്ങളായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.